everyone and welcome back. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പതുക്കെ പറയാം. ഇപ്പം ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്നത്. നമ്മളൊരു ഈവനിങ് സമയത്താണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ഇതേ ഈ കോഴിക്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ മഹാ അത്ഭുതമാണെന്ന് ചോദിച്ചാൽ പണ്ട് അത്ഭുതമൊന്നും ആയിരുന്നില്ല കേട്ടോ. വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കോഴികളുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മുട്ടക്കോഴി മാത്രമേ ഉള്ളൂ. ചാത്തനൊക്കെ കണ്ട കാലം മറന്നു കേട്ടോ. പട്ടി പിടിച്ചുകൊണ്ടാണോ കാരണം എല്ലാവരും കോഴി വളർത്തൽ നിർത്തി. അങ്ങനെ അവരൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം സമയത്ത് പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ പോയത് ഒരു ചായ കുടിക്കാനാണ്. ഇവിടെ ഈ ഭാഗത്തിൽ കൂടെ പോയി കഴിഞ്ഞ് ഇവിടെ കയറി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ. സ്നാക്ക് അത്ര പോരാ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒന്നും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതിലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു കൂട്ടർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരെ നമുക്ക് വലിയ ശല്യമൊന്നും ഇല്ലല്ലോ, അവരവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് മൊത്തത്തിൽ അവിടെ വെറുതെ ഒക്കെ ഒന്ന് കറങ്ങി, കാരണം ഫുഡ് വരെ ഇത്തിരി സമയം എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ച് ഇനി നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിങ്ങിലോട്ട് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ കഥ പറയാം കേട്ടോ. ഏകദേശം +2 പഠിക്കുന്ന വരെ കൂട്ടത്തിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറും കൂട്ടാം. ഞാൻ സ്ലിം ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. നോട്ട് ദി പോയിന്റ്, സ്ലിം ബ്യൂട്ടി. അതിനൊക്കെ ശേഷം ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ചെറുതായിട്ട് തടി വെച്ച് തുടങ്ങി കേട്ടോ. തടി വെക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് വെയിറ്റ് കൂടുന്നത്. അപ്പം ഞാൻ ഈ അലർജിയുടെ മെഡിസിനൊക്കെ എടുക്കുന്നത് കൊണ്ട് വിചാരിച്ചു ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും തടി വെക്കുന്നുണ്ടാവുക. കാരണം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് എന്തായാലും നമ്മൾ തടി വെക്കുമല്ലോ. പിന്നെ ഞാൻ പതുക്കെ ഹോമിയോയിലോട്ട് മാറിയിട്ടോ. എന്നിട്ടും തടി വെക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. ഭയങ്കരമായിട്ട് വീർത്തു, പെട്ടെന്ന് വീർക്കായി. പിന്നെ സംശയമായിട്ടോ എന്താ പെട്ടെന്ന് പറ്റണേ. അങ്ങനെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും സ്കാൻ ചെയ്യുന്നതും PCOD ഉണ്ടെന്ന് മനസ്സിലാവുന്നതും. പിന്നെ എൻ്റെ തടി എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. എനിക്കിതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 മുതൽ ജിമ്മിൽ പൊക്കോളോ, കറക്റ്റായിട്ട് ഫുഡൊക്കെ നിയന്ത്രിച്ച് കറക്റ്റായിട്ട് പൊക്കോളോ, തടിയൊക്കെ കുറച്ചോളോ, ഒരു വെയിറ്റ് ഉണ്ട് നിനക്ക് അതിലേക്ക് എത്തിക്കോളോ എന്നൊക്കെ. അതൊക്കെ ഒരു സൈഡിൽ കൂടെ കേൾക്കും, ഞാൻ ഒരു സൈഡിൽ കൂടെ വിടും. എന്നെ സംബന്ധിച്ചിടത്തോളം തടി വെച്ചപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ഭംഗിയായല്ലോ എന്നുള്ളൊരു തോന്നൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അന്ന് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ തടി വയ്ക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഡബിൾ ചിന്നും വന്നു തുടങ്ങിട്ടോ. അപ്പോൾ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഒരു ഭംഗിയില്ലല്ലോ കാണാനായിട്ട് ഈ ഡബിൾ ചിന്നൊക്കെ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഡയറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഡോക്ടറൊക്കെ പോയി കൺസൾട്ട് ചെയ്തു. അവർ ഡയറ്റ് പ്ലാനൊക്കെ തന്നു. ഞാൻ അങ്ങനെ ഡയറ്റ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടലോട് തുടങ്ങിട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുത്തു തുടങ്ങി. ഏകദേശം ഒരാഴ്ചയൊക്കെ ഞാൻ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുത്തു തുടങ്ങിട്ടോ. കാരണം എന്താ, വിശക്കിൻ്റെ അസ്കിത് ഇത്ര കൂടുതലാണേ. പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ വെയിറ്റും വെക്കുന്നുണ്ട്. എനിക്കും പ്രശ്നമായി തുടങ്ങിയിട്ടോ. ആദ്യം ആൾക്കാരൊക്കെ പറയും നീ വെയിറ്റ് കൂടുന്നുണ്ട്, അത് കുറയ്ക്കാൻ നോക്കിക്കോളോ, തീറ്റ കുറച്ചോളോ, അത് കുറച്ചോളോ. പക്ഷെ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കില്ല. പക്ഷെ എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തടി വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എൻ്റെ പ്രശ്നം എന്താണെന്ന്. അവർ വായത്തോന്നിയതൊക്കെ വിളിച്ച് പറയും. അതൊരു വഴിക്ക് അങ്ങോട്ട് പോവും, ഞാൻ എൻ്റെ വഴിക്കും അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തടി എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് വിടുവാണ് പതിവ്. പിന്നെ എനിക്ക് മോട്ടിവേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ തടിയുള്ളവർക്കുള്ള മോട്ടിവേഷൻസൊക്കെ വായിച്ച് ഞാനൊരു സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം സ്റ്റെപ്പ് മര്യാദയ്ക്ക് കയറാൻ പറ്റണില്ല. അപ്പം കിതപ്പ് തുടങ്ങും. അതുപോലെ എനിക്ക് എന്തൊക്കെയോ വേദന, അതുപോലുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ വീട്ടിലമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് ഓവറായിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇരുന്നിട്ടുള്ള വർക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തണ്ടൽ വേദന അതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാനൊന്ന് തിങ്ക് ചെയ്ത് തുടങ്ങിയത്. കാരണം എൻ്റെ വെയിറ്റ് തന്നെ അപകടമായി വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഡോക്ടറെ കണ്ട് ഡയറ്റൊക്കെ എഴുതി വാങ്ങി കുറച്ച് നാളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. അതും കൂടിയായിരുന്നു ഞാൻ മെയിനായിട്ട് ഇതൊക്കെ നിർത്താനുള്ള കാരണം. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇതിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിനക്ക് ഭാവിയിൽ അത്യാവശ്യം നല്ല പ്രശ്നം ഉണ്ടാവുമെന്ന്. അന്നൊന്നും സീരിയസ് ആക്കാത്ത കാര്യം ഇപ്പം ഞാൻ ഇത്തിരി സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ അവിടെ ആണെങ്കിൽ ജിമ്മും ഇല്ല. അങ്ങനെ ഞാൻ കാത്തിരുന്ന് നമ്മുടെ ഇവിടെ പുതിയൊരു ജിമ്മ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ പോയി അവിടെ അഡ്മിഷനൊക്കെ എടുത്തു. അധികം വൈകില്ല കേട്ടോ. തീരുമാനിച്ച് പിറ്റേ ദിവസം തന്നെ പോയി അഡ്മിഷൻ എടുത്തു. കാരണം വേറൊന്നല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മടി കൂടും, അത് നടക്കത്തുമില്ല. ഉണ്ണി ഉണ്ടെങ്കിൽ അവൾ പിന്നീന്ന് പുഷ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞു വിടും കേട്ടോ. കുറച്ച് ദിവസം പോയി സെറ്റായി കഴിഞ്ഞാൽ ഞാനും ഓക്കെ ആവും.
അങ്ങനെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഫുഡും അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം കേട്ടോ, എങ്കിൽ തന്നെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്. കാരണം PCOD ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയില്ല ബാക്കിയുള്ളവരെ പോലെ. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തടി എനിക്ക് തന്നെ ഒരു പ്രശ്നമായി തന്നതുകൊണ്ട് തന്നെ എന്തായാലും അതിനെ കംപ്ലീറ്റ് കുറച്ചിട്ടേ എടുക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാനൊരു വെയിറ്റ് ഒക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെയിറ്റ് എത്തുന്ന വരെ ഞാൻ അത് ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള തീരുമാനം എടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വേണം. കാരണം ഞാൻ ചോറ് കംപ്ലീറ്റ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചപ്പാത്തിയും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമുക്ക്. അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന്. പിന്നെ ഞാനും വിചാരിച്ചേ ജിമ്മിൽ പോയിട്ട് പിന്നെ നമ്മൾ ഫുഡ് നല്ലപോലെ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്തായാലും അവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ മാളിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് മുകളിലേക്ക് വന്നതാണ് ഞങ്ങൾ, ഷാമ്പൂൻ്റെ ഒക്കെ ഭാഗത്തേക്ക്. അപ്പോൾ അവൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. എങ്കിലും ഞാൻ ബോഡി ലോഷനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈന്തപ്പഴം ഇട്ട് വെക്കുന്ന നമ്മുടെ ചില്ലുഭരണി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ വീണ് പൊട്ടിപ്പോയി. അപ്പം അതും നമുക്കൊരെണ്ണം വാങ്ങാനുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പോലത്തെ കാണാനില്ല, എങ്കിലും അത്യാവശ്യം നല്ലൊരെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ മൂടിക്ക് തീരെ ഉറപ്പില്ലാത്ത പോലെ തോന്നിട്ടോ. പിന്നെ ഈ ഒരു ചെറുത് ഞാൻ വാങ്ങണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. കാരണം നമുക്ക് ചിയാ സീഡും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഇട്ട് വയ്ക്കാനാണ് കേട്ടോ. പിന്നെ പ്രിങ്കിൾസ് ഉണ്ണിയുടെ ഒരു വീക്ക്നെസ് ആണ്, എപ്പോൾ വന്നാലും 2 എണ്ണം ഏതെങ്കിലും എടുക്കും കേട്ടോ. അങ്ങനെ അവളത് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചായ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ചായ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പം ഞാൻ പാൽ ചായ മാത്രം ഒന്ന് കുടിക്കാം, അത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രൗൺ ഷുഗർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി നല്ലത് ബ്രൗൺ ഷുഗറാന്ന് കേട്ടു. അതും വാങ്ങി, പിങ്ക് സോൾട്ടും വാങ്ങി. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സമയം വൈകിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നേരെ പോയത് മൊബൈൽ ഷോപ്പിലോട്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഏകാദശി കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം ഭംഗി കേട്ടോ. ഈ ഒരു ടൈമിൽ അധികം അങ്ങനെ പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ അച്ഛന് ബജ്ജി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛനുള്ള ബജ്ജിയും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ റോഡ് ക്രോസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് കുറേ നേരം നിന്നാലാണ് റോഡ് ക്രോസിങ് നടക്കുള്ളൂ. എല്ലാ വണ്ടികളും പോയി എന്ന് ഉറപ്പാക്കിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ. അതിപ്പോൾ ദൂരേന്ന് വന്നാലും പേടിയാണ്. പക്ഷെ ഇന്നെന്താ പറ്റിയെന്ന് അറിയില്ല, ഒരുവിധം കടന്നിട്ടുണ്ട്. കാരണം വണ്ടികൾ നിൽക്കണില്ല കേട്ടോ, കുറേ നേരമായി നിൽക്കുന്നത്. പിന്നെ മീനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. മീനും കൂടി വാങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നു. ഇന്നത്തെ ദിവസം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡേ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് പറയാം. നാളെ കാണാം.